ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം വാമനപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ സക്കരക്കോട്ടെ പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, കേച്ചേപാൽരി തണ്ണീർത്തടം സിക്കിം, ഉദ്വ തടാകം ജാർഖണ്ഡ്. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, കേച്ചേപാൽരി തണ്ണീർത്തടം സിക്കിം, ഉദ്വ തടാകം ജാർഖണ്ഡ്. പ്രഗതി, പ്രജനി എന്നിവ ഏതു കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? പാവൽ. പ്രഗതി, പ്രജനി എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? പാവൽ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ രാജസ്ഥാൻ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ രാജസ്ഥാൻ. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. പ്രൊട്ടക്ടിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. 2025 ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായി നിരോധിച്ച രാജ്യം തായ്ലൻഡ്. 2025 ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച രാജ്യം തായ്ലാൻഡ്. 67ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ വ്യക്തി ചന്ദ്രിക ടെൻഡർ. 67ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ വ്യക്തി ചന്ദ്രിക ടെൻഡർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിൽ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിൽ. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളം. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ചെറുവയൽ രാമൻ. 2025 കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ
ചെറുവയൽ രാമൻ. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് മഹാബലേഷ്, മഹാരാഷ്ട്ര. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തുൾസി, ഛത്തീസ്ഗഡ്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ ഒരു പരമ്പരാഗത നാടോടി നാടകരൂപം ദശാവതാരം. 2025 ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്ക. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്ക. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 ആക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 ആക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം കതിരവൻ. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി കെ-ടിക്. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് കെ-ടിക്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നത് തടയുവാനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യം. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നത് തടയുവാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യം. സംസ്ഥാന തലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്ത. ഗാലറിയുടെ പേര് ഓൺ ദി എഡ്ജ്. 2025 ഫെബ്രുവരി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. 2025 ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. 2025 ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. 2025 ഫെബ്രുവരി ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസ്. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസ്. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മർലീന. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മർലീന. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ കെ.പി. ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ കെ.പി. ശങ്കരൻ. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. കേരളം 15ാം സ്ഥാനത്താണ്. 72ാമത് മിസ് വേൾഡ് മത്സരം 2025 വേദി തെലങ്കാന.
2025 72ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി തെലങ്കാന. 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിൽ. കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന PSCയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് പട്ടം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന PSCയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് പട്ടം. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ 2025 ഇടം പിടിച്ച ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ.